താരാമാധവൻ്റെ മുഖത്തേക്ക് മേജർ ജയരാമൻ ഉറ്റുനോക്കി. അയാൾ എന്തു പറഞ്ഞാലും അതിൽ ഉറച്ചു നിൽക്കും. തീരുമാനത്തിൽ മാറ്റമുണ്ടാവുകയില്ല. ഈ കല്യാണം നടക്കാൻ പാടില്ലെന്ന് എനിക്കറിയാം താര. എങ്കിലും ദീപ്തിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു. അവൾ ആഗ്രഹിച്ചതൊന്നും ഞാനിതുവരെ തള്ളിക്കളഞ്ഞിട്ടില്ല, ജയരാമൻ പറഞ്ഞു. പക്ഷേ ഈ ഒരാഗ്രഹം തള്ളിക്കളഞ്ഞേ പറ്റൂ. ജയരാമൻ, നിങ്ങൾ സ്വന്തം മകളുടെ ജീവിതം കൊണ്ട് കളിക്കാൻ തയ്യാറാണോ? ഒരു തീപ്പൊരി വീണാൽ ഒരൊറ്റ നിമിഷം കൊണ്ട് അത് കത്തിച്ചാമ്പലാകും. താരാമാധവ് അയാൾക്ക് മുന്നറിയിപ്പ് കൊടുത്തു. ഞാൻ ദീപ്തിക്ക് വേണ്ടി വാദിക്കുകയല്ല. പക്ഷേ താര, കഴിഞ്ഞതൊക്കെ എല്ലാവരും മറന്നതല്ലേ? രാജീവ് നല്ലൊരു ചെറുപ്പക്കാരനാണ്. ദീപ്തിക്ക് നല്ല ചേർച്ചയായിരിക്കും. അവൻ അവളെ ഇഷ്ടമാണ്. താരാമാധവ് ഒന്ന് ഞെട്ടി. രാജീവിന് അവളെ ഇഷ്ടമാണെന്ന് അവൾ പറഞ്ഞോ? ഉവ്വ്, എന്നോട് ഇക്കാര്യം സംസാരിക്കാൻ അവളാണ് നിർബന്ധിച്ചത്. താരാമാധവ് ഒരു നിമിഷം ചുണ്ടുകൾ അമർത്തിപ്പിടിച്ചു. ജയരാമൻ സിത്താരയുടെ കൊലപാതകത്തിനു പിന്നിൽ പ്രവർത്തിച്ച പ്രധാന ആൾ നിങ്ങളാണെന്ന് അബദ്ധവശാൽ എപ്പോഴെങ്കിലും രാജീവ് അറിയാനിടയായാൽ ആ പക മുഴുവൻ അയാൾ നിങ്ങളുടെ മകളോട് തീർക്കും. ആലോചിച്ചു നോക്ക്. അങ്ങനെ ഒരു റിസ്ക് എടുക്കണോ? അവളുടെ നോട്ടം കണ്ട ജയരാമൻ അല്പം ഭയന്നു. പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ താര തന്നെ ആ രഹസ്യം രാജീവിനോട് വെളിപ്പെടുത്തിയെന്ന് വരും. അതിനും മടിക്കില്ല അവൾ. ദീപ്തിയെ ഞാൻ എങ്ങനെയെങ്കിലും പിന്തിരിപ്പിക്കാം. അവൾ വല്ലാതെ ആശിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അതാണൊരു ബുദ്ധിമുട്ട്. ജയരാമൻ പോകാൻ എഴുന്നേറ്റു. സാരമില്ല, ഈ പ്രായത്തിൽ ചിലരോടൊക്കെ ഒരു അടുപ്പം തോന്നും, അത്രയേ ഉള്ളൂ. ദീപ്തിക്ക് വേണ്ടി ഇതിലും നല്ലൊരു പയ്യനെ ഞാൻ കണ്ടുപിടിച്ചു തരാം. പ്രോമിസ്. ജയരാമൻ ധൈര്യമായിട്ട് പോയിക്കോളീൻ, പുഞ്ചിരിയോടെ താരാമാധവ് പറഞ്ഞു. അയാൾ പിന്നെ അവിടെ നിന്നില്ല. അപ്പോൾ തന്നെ ഇറങ്ങി. അയാൾ പോകുന്നത് നോക്കി കണ്ണിൽ കനലുകളുമായി താരാമാധവ് നിന്നു. പിന്നെ മൊബൈലെടുത്ത് തിടുക്കത്തിൽ രാജീവിൻ്റെ നമ്പറിൽ വിളിച്ചു. പരിധിക്ക് പുറത്താണ് എന്ന അറിയിപ്പാണ് അവൾക്ക് കിട്ടിയത്. നാശം. കോപത്തോടെ അവൾ മൊബൈൽ സോഫയിലേക്ക് എറിഞ്ഞു. വീട്ടിലേക്ക് കാർ ഓടിക്കുമ്പോൾ ദീപ്തിയോട് എന്തു പറയും എന്ന ധർമ്മസങ്കടത്തിലായിരുന്നു ജയരാമൻ. അവൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാവും. രാജീവിനെ വേണ്ട എന്ന് പറയുമ്പോൾ അതിന് തക്കതായ കാരണങ്ങൾ പലതും നിരത്തേണ്ടതായി വരും. എന്തു പറയും? ഗേറ്റ് കടന്ന് കാർ പോർച്ചിൽ ചെന്ന് നിന്നു. കാറിൻ്റെ ശബ്ദം കേട്ട് ദീപ്തി ഓടിയിറങ്ങി വന്നു. ഡാഡി എവിടെ പോയി ഇത്ര രാവിലെ? അവൾ ചോദിച്ചു. ഞാനോ? നിന്നോട് പറയാൻ മറന്നു മോളെ. കഴിഞ്ഞ ആഴ്ച ചെക്ക് പോയിന് പോയപ്പോൾ കൊളസ്ട്രോൾ ഇത്തിരി കൂടുതലുണ്ട്. അതിനുശേഷം രാവിലെ അരമണിക്കൂർ നടക്കാൻ പോകുന്നുണ്ട്. അയാൾ പറഞ്ഞത് അവൾക്ക് അത്ര വിശ്വാസം വന്നില്ല. എങ്കിലും അതേക്കുറിച്ച് കൂടുതലൊന്നും ചോദിച്ചില്ല. രാജീവിനോട് എപ്പോഴാണ് ഡാഡി സംസാരിക്കുന്നത്? അതായിരുന്നു അവൾക്കിപ്പോൾ പ്രധാനം. ഇപ്പോൾ അവൻ എവിടെയുണ്ട്? അയാൾ ചോദിച്ചു. തിരുവനന്തപുരത്തുണ്ട്. 5 മിനിറ്റ് മുമ്പ് ഞാൻ വിളിച്ചിരുന്നു. ഡാഡി ഫോണിൽ വിളിച്ച് ഒന്ന് സംസാരിച്ചാലും മതി. കാര്യങ്ങൾക്കൊരു തീരുമാനമെടുത്താൽ മതിയല്ലോ. അവളുടെ മുഖത്തെ പ്രസന്നത കണ്ട് അയാളുടെ മനസ്സ് നൊന്തു. മോൾ വാ, ഡാഡിക്ക് സംസാരിക്കാനുണ്ട്. ജയരാമൻ ഡ്രോയിങ് റൂമിലേക്ക് നടന്നു. ആശങ്കയോടെ അവൾ പിന്നാലെ ചെന്നു. ഡാഡിയുടെ സ്വരത്തിൽ ഒരു പന്തിക്കേട്. ഇരിക്കുമോളെ. അവർ അഭിമുഖമായി സെറ്റുകളിൽ ഇരുന്നു. അവൾ ഉത്കണ്ഠയോടെ അയാളുടെ മുഖത്തേക്ക് നോക്കി. രാജീവിനെ തന്നെ കല്യാണം കഴിക്കണമെന്ന് മോൾക്ക് നിർബന്ധമുണ്ടോ? ഡാഡി എന്താ അങ്ങനെ ചോദിച്ചത്? അവൾക്ക് മനസ്സിലായില്ല. രാജീവ് മുമ്പൊരിക്കലും ഒരു പെണ്ണുമായി സ്നേഹത്തിലായിരുന്നു. അവർ തമ്മിലുള്ള മോതിരം മാറൽ കഴിഞ്ഞതുമാണ്. അതിനുശേഷം അവൾ എങ്ങനെയോ മരിച്ചു. അതുകൊണ്ട് ദുരൂഹമരണമായിരുന്നു അവളുടേത്. അവളുടെ മരണത്തിൽ രാജീവിന് പങ്കുണ്ടെന്ന് പോലീസിന് സംശയമുണ്ട്. അതായത് ഇപ്പോഴും സംശയത്തിൻ്റെ നിഴലിലാണ് അവൻ. ഇല്ല ഡാഡി, രാജീവേട്ടൻ നിരപരാധിയാണ്. പോലീസുകാർക്ക് രാജീവേട്ടനെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ആ കഥകളൊക്കെ ഞാനും കേട്ടിട്ടുണ്ട്. കൊലപാതകി മറ്റാരോ ആണ്. ദീപ്തി അവൾക്കറിയാവുന്നതുപോലെ വാദിച്ചു. പക്ഷേ എൻ്റെ വിശ്വാസം അങ്ങനെയല്ല മോളെ. എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ മകളുടെ ഭർത്താവ് കൊലപാതകത്തിന് അറസ്റ്റ് ചെയ്യപ്പെടുന്ന കാര്യം എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. അവനെ മറന്നേക്ക്. അവനേക്കാൾ എത്രയോ നല്ല ചെറുപ്പക്കാർ വേറെയുമുണ്ട് മോളെ ഈ ലോകത്ത്. കൂടുതലൊന്നും പറയാതെ ജയരാമൻ എഴുന്നേറ്റ് അയാളുടെ മുറിയിലേക്ക് നടന്നു. ഡാഡി, ഡാഡി. ദീപ്തി പിന്നാലെ ഓടിച്ചെന്നു. വേണ്ട, എനിക്ക് വേറൊന്നും പറയാനില്ല. അയാൾ മുറിയിൽ കയറി വാതിലടച്ചു. ദീപ്തി സ്തബ്ധയായി നിന്നു. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അവൾ ഓടിച്ചെന്ന് മൊബൈലെടുത്ത് രാജീവിനെ വിളിച്ചു. ഡാഡി സമ്മതിക്കുന്നില്ല രാജീവേട്ടാ. മറ്റേ കുട്ടിയുടെ കൊലപാതകത്തിൽ രാജീവേട്ടന് പങ്കുണ്ടെന്ന് ആരോ ഡാഡിയെ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുന്നു, അവൾ പറഞ്ഞു. ഓ, അങ്ങനെയാണോ? ഞെട്ടൽ അഭിനയിച്ച് അയാൾ ചോദിച്ചു. ഓ, ഡാഡിയുടെ കാര്യം സാരമില്ല രാജീവേട്ടാ. രജിസ്റ്റർ ഓഫീസിലോ ഏതെങ്കിലും ക്ഷേത്രത്തിൽ പോയി നമുക്ക് വിവാഹിതരാകാം, അവൾ സന്നദ്ധത പ്രകടിപ്പിച്ചു. എടുത്തു ചാടി ഒന്നും ചെയ്യാൻ പാടില്ല ദീപ്തി. രജിസ്റ്റർ ഓഫീസിലെ കല്യാണത്തിന് നിയമസാധുതയില്ല. തന്നെയുമല്ല, എൻ്റെ ഡാഡിയും മമ്മിയും അങ്ങനെ ഒരു കല്യാണത്തിന് അനുവദിക്കുകയുമില്ല. നിൻ്റെ ഡാഡിയോട് പറ എന്നെ വന്നു കണ്ട് സംസാരിക്കാൻ. അദ്ദേഹത്തെ കൊണ്ട് ഞാൻ സമ്മതിപ്പിക്കാം. പക്ഷേ രാജീവേട്ടാ, നീ നിർബന്ധിച്ചാൽ ഡാഡി വരും. അതിന് എന്തു മാർഗം വേണമെങ്കിലും സ്വീകരിക്കേ. ഞാൻ കാത്തിരിക്കും. ഫോൺ കട്ട് ചെയ്തിട്ട് രാജീവ് ഊറിച്ചിരിച്ചു.
മകൾക്ക് കല്യാണം ആലോചിക്കാൻ മേജർ ജയരാമൻ ഇങ്ങോട്ട് വരട്ടെ. മുഖത്ത് നോക്കി ചോദിക്കാനും പറയാനുമുണ്ട് കുറേ കാര്യങ്ങൾ. പെട്ടെന്ന് രാജീവിൻ്റെ മൊബൈൽ ബെല്ലടിച്ചു. നോക്കിയപ്പോൾ താരാമാധവാണ് വിളിക്കുന്നത്. ഹലോ. അയാൾ ആ കോൾ എടുത്തു. ഞാനൊരു കാര്യം പറഞ്ഞു. അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ എന്നറിയാനാണ് വിളിച്ചത്. ഗൗരവത്തിലായിരുന്നു താര. ചോദിക്കൂ. മേജർ ജയരാമൻ്റെ മകൾ ദീപ്തിയുമായി രാജീവ് പ്രണയത്തിലാണോ? താര ഇതെങ്ങനെ അറിഞ്ഞു? അയാൾക്ക് ആശ്ചര്യമായി. അല്ല, ആര് പറഞ്ഞു ഈ അസംബന്ധം? രാജീവ് നിഷ്കളങ്കത നടിച്ചു. രാജീവിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ചില്ലെങ്കിൽ ചത്തുകളയുമെന്ന് അവൾ ചെന്ന് അവളുടെ ഡാഡിയോട് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് കാര്യം. ജയരാമനാണ് താരയെ ഇക്കാര്യം അറിയിച്ചത്. കോളേജിലെ ഒരു പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി ആ കുട്ടി ഇവിടെ എന്നെ കാണാൻ വന്നിരുന്നു എന്നത് നേരാണ്. പക്ഷേ ഇങ്ങനൊരാഗ്രഹം അവളുടെ മനസ്സിലുണ്ടായി എന്ന് ഞാനറിയുന്നത് ഇപ്പോഴാണ്. താരാമാധവ് ദീർഘമായി ഒന്ന് നിശ്വസിച്ചു. ഇപ്പോഴാണ് എനിക്ക് ആശ്വാസമായത്. രാജീവിനെ ആ പെണ്ണ് വളച്ചെടുത്ത് എന്ന് ഒരു നിമിഷം ഞാൻ ഭയന്നു പോയി. രാജീവ് പേടിക്കണ്ട, അവളുടെ ആഗ്രഹത്തിന് ഞാൻ തടയിട്ടിട്ടുണ്ട്. ആ ആലോചന ഇനി ഒട്ടും പുരോഗമിക്കുകയില്ല, അവൾ പറഞ്ഞു. താങ്ക്സ് താര. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയമായി എനിക്ക്. അവളെ ഒഴിവാക്കാനായിരുന്നു അയാൾക്ക് തിടുക്കം. ഓക്കെ, ഞാൻ രാത്രിയിൽ വിളിക്കാം കേട്ടോ. ഫോൺ വെച്ചിട്ട് രാജീവ് നിശ്ചലനായിരുന്നു. താരാമാധവിനെ തടയിടാൻ പറ്റാത്ത വിധം കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമെന്ന് അയാൾക്ക് തോന്നി. മംഗലാപുരം എയർപോർട്ടിൽ മുംബൈയിൽ നിന്നുള്ള ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യുമ്പോൾ അറൈവൽ ലൗഞ്ചിൽ നിക്കോളാസ് കാത്തിരിപ്പുണ്ടായിരുന്നു. റിച്ചാർഡ് വരുന്ന കാര്യം തലേദിവസമാണ് വിളിച്ചു പറഞ്ഞത്. യാത്രക്കാരുടെ ഇടയിലൂടെ തല ഉയർത്തിപ്പിടിച്ച് ട്രാവൽ ബാഗും തൂക്കി റിച്ചാർഡ് നടന്നു വരുന്നത് കണ്ട് നിക്കോളാസ് മെല്ലെ എഴുന്നേറ്റു. റിച്ചാർഡ് വന്ന് സന്തോഷത്തോടെ അയാളുടെ കൈ പിടിച്ചു. ഡാഡി വന്നിട്ട് ഒരുപാട് നേരമായോ? ഇല്ല, അരമണിക്കൂർ. ഞാൻ വിളിച്ചു ചോദിച്ചപ്പോൾ ഫ്ലൈറ്റ് ഷെഡ്യൂൾ ടൈമിൽ തന്നെ വരുന്നെന്ന് പറഞ്ഞിരുന്നു. അവർ പുറത്തേക്ക് നടന്നു. ഹൗ ഈസ് സിത്താര? റിച്ചാർഡ് ചോദിച്ചു. ഷീ ഈസ് ഫൈൻ. നീ വരുന്നുവെന്നറിഞ്ഞപ്പോൾ മുതൽ വലിയ സന്തോഷത്തിലാണ്. റിച്ചാർഡ് പുഞ്ചിരിച്ചു. അവർ ചെന്ന് കാറിൽ കയറി. പതിവ് പോലെ റിച്ചാർഡാണ് കാർ ഓടിച്ചത്. മമ്മി നിന്നോടൊരു കാര്യം പറയാനിരിക്കുകയാണ്, മുന്നറിയിപ്പ് പോലെ നിക്കോളാസ് പറഞ്ഞു. എന്താണ്? റിച്ചാർഡ് തല തിരിച്ചു നോക്കി. നിങ്ങൾ രണ്ടുപേരുടെയും മാരേജ് എത്രയും വേഗം നടത്തണമെന്നതാണ് മമ്മിയുടെ പ്ലാൻ. ഫാദർ ഫിലിപ്പിനെ കണ്ട് അതേക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. പെട്ടെന്ന് റിച്ചാർഡിൻ്റെ മുഖത്ത് ഗൗരവം നിറഞ്ഞു. തിടുക്കപ്പെട്ടൊന്നും വേണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സിത്താര ഒരു അനാഥാര ആയിരുന്നെങ്കിൽ വേറൊന്നും നോക്കാതെ ഞാൻ അവളുടെ കഴുത്തിൽ മിഞ്ഞു കെട്ടിയാനെ. പക്ഷേ അതല്ലല്ലോ സത്യം. അവളുടെ പേരൻസും മറ്റു ബന്ധുക്കളും എവിടെയോ ഉണ്ട്. അവരുടെ സാന്നിധ്യത്തിലെ ഞാൻ അവളെ വൈഫായി സ്വീകരിക്കൂ. പക്ഷേ നമ്മളെങ്ങനെ അവരെ കണ്ടുപിടിക്കും റിച്ചി? ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. നിക്കോളാസ് അയാളെ നിരുത്സാഹപ്പെടുത്താൻ ശ്രമിച്ചു. ഇമ്പോസിബിൾ ആയൊരു കാര്യവും ഈ ലോകത്തില്ല ഡാഡി. ഐ ഹാവ് എ പ്ലാൻ. വീട്ടിൽ ചെന്നിരുന്ന് നമുക്കത് ഡിസ്കസ് ചെയ്യാം. അവർ ചെന്നപ്പോൾ മോസം മഹലിൽ സിത്താരയും ശ്രേയയും കാത്തിരിക്കുകയായിരുന്നു. തവിട്ട് നിറത്തിലുള്ള നീളൻ പാവാടയും വെള്ള ടോപ്പുമായിരുന്നു അവളുടെ വേഷം. മുടി ഇരുചുമലുകളിലും നിറഞ്ഞു കിടന്നിരുന്നു. അവൾ ഓടി വന്ന് റിച്ചാർഡിൻ്റെ കയ്യിൽ നിന്ന് ബാഗ് വാങ്ങി. യാത്രയൊക്കെ സുഖമായിരുന്നു റിച്ചി? അവൾ ചോദിച്ചു. ഇങ്ങോട്ടുള്ള യാത്ര എപ്പോഴും സുഖകരമാണ്. നിങ്ങളെയൊക്കെ കാണാൻ വരുന്നത് കൊണ്ട്. തിരിച്ചു പോകുമ്പോഴാണ് ബോറ്. അവൾ ചിരിച്ചു. ഭക്ഷണം കഴിച്ചിട്ട് വിശ്രമിക്കുമ്പോഴാണ് നിക്കോളാസിനോടും ശ്രേയയോടും റിച്ചാർഡ് അയാളുടെ പ്ലാനിങ്ങിനെ കുറിച്ച് പറഞ്ഞത്. സിത്താര അപ്പോൾ അവളുടെ മുറിയിലായിരുന്നു. എനിക്ക് സിത്താരയെ ഇഷ്ടമാണ് മമ്മി. എനിക്കിനി ഒരു വൈഫ് ഉണ്ടാകുമെങ്കിൽ അത് അവളായിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ അവളുടെ ഭൂതകാലം എന്തായിരുന്നെന്ന് എനിക്കറിയണം. ശ്രേയയെ നോക്കി റിച്ചാർഡ് പറഞ്ഞു. അറിയണമെന്നത് അത്ര നിർബന്ധമാണോ റിച്ചി? അറിയാൻ ശ്രമിച്ചാൽ ഒരു പക്ഷേ അവളെ നമുക്ക് നഷ്ടപ്പെട്ടെങ്കിലോ? ശ്രേയ ഭയം പ്രകടിപ്പിച്ചു. നഷ്ടപ്പെടുന്നെങ്കിൽ പോകട്ടെ. സിത്താര ഒരു പക്ഷേ മാരീഡാണെങ്കിലോ? ഹസ്ബൻഡ് എവിടെയോ അവളെ കാത്തിരിക്കുന്നുണ്ടെങ്കിലോ? എങ്കിൽ മമ്മി, നമ്മൾ തെറ്റല്ലേ ചെയ്യുന്നത്? റിച്ചി പറയുന്നതിൽ കാര്യമുണ്ട്. നിക്കോളാസ് അതിനോട് യോജിച്ചു. നീ പറയുന്നത് ഞാൻ അംഗീകരിക്കാം. പക്ഷേ അവളുടെ പാസ്റ്റ് എങ്ങനെ കണ്ടുപിടിക്കും? ശ്രേയ ചോദിച്ചു. കേരളത്തിലൊരു ഡോക്ടറുണ്ട് മമ്മി. വെറും ഡോക്ടറല്ല, അലോപ്പതിയും ആയുർവേദവും ഒപ്പം അതീവ സിദ്ധികളുള്ള ഒരു സ്വാമിയാണ് ഡോക്ടർ നിത്യാനന്ദ്. ഒരു ജർമ്മൻ കപ്പിൾസാണ് അദ്ദേഹത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞത്. കടൽ തീരത്ത് ആശ്രമം പോലെ വിശാലമായൊരു ഹോസ്പിറ്റലുണ്ട്. സിത്താരയെ പോലെ പ്രശ്നങ്ങളുള്ള കുറേ അന്തേവാസികൾ അവിടെയുണ്ട്. ജ്യോതിർഗമയ ഹോസ്പിറ്റൽ എന്നാണ് അതിൻ്റെ പേര്. സിത്താരയെ നമുക്ക് അവിടേക്ക് കൊണ്ടുപോകാം. അതാണോ നിൻ്റെ പ്ലാൻ? അതെ. 1-2 മാസം അവളവിടെ താമസിക്കട്ടെ. പാരമ്പര്യ ചികിത്സാവിധികൾക്കാണ് അവിടെ പ്രാധാന്യം. ഭൂതകാലത്തിൻ്റെ വേരുകൾ ഡോക്ടർ നിത്യാനന്ദ കണ്ടുപിടിക്കും. എവിടെയാണ് ഹോസ്പിറ്റൽ? നിക്കോളാസ് ചോദിച്ചു. തിരുവനന്തപുരത്താണ്. സിറ്റിയിൽ നിന്ന് ഒട്ടും അകലെയല്ല, റിച്ചാർഡ് പറഞ്ഞു. എന്നാണ് പോകുന്നത്? മറ്റന്നാൾ. ഞാൻ ഡോക്ടർ നിത്യാനന്ദുമായി ഫോണിൽ സംസാരിച്ചിരുന്നു. വളരെ പോസിറ്റീവായ മറുപടിയാണ് എനിക്ക് കിട്ടിയത്. ഓക്കെ, നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ, നിക്കോളാസ് പറഞ്ഞു. സന്തോഷത്തോടെ റിച്ചാർഡ് എഴുന്നേറ്റ് പോയി. എന്തായാലും എറണാകുളത്തല്ലല്ലോ, ഭാഗ്യം. തിരുവനന്തപുരത്ത് സിത്താരയെ തിരിച്ചറിയുന്ന ആരും കാണുകയില്ല, ശ്രേയ പറഞ്ഞു. നിക്കോളാസ് ഒന്നും മിണ്ടിയില്ല.
കസ്തൂരി വിശ്വസിക്കാനാവാതെ ദീപ്തിയുടെ മുഖത്തേക്ക് നോക്കി. സത്യമാണോ മോളെ നീ പറയുന്നത്? അവൾ ചോദിച്ചു. അതെ ആൻറ്റി, അതുകൊണ്ടല്ലേ എത്രയും വേഗം കല്യാണം നടത്തണമെന്ന് ഞാൻ പറയുന്നത്. ഇക്കാര്യം ഡാഡിയെ ഞാൻ എങ്ങനെ അറിയിക്കും? അതുകൊണ്ടല്ലേ ആൻറ്റിയെ വിളിച്ചു വരുത്തിയത്, ദീപ്തി പറഞ്ഞു. 1 മണിക്കൂർ മുമ്പ് ദീപ്തിയുടെ ഫോൺ കോൾ വന്നപ്പോൾ ഇങ്ങനെയൊരു കാര്യം പറയാനാണ് അവൾ വിളിക്കുന്നതെന്ന് കസ്തൂരി സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഉടൻ തന്നെ ജയറാമിൻ്റെ വീട്ടിലേക്ക് വരികയായിരുന്നു. ആൻറ്റി ഇപ്പോൾ തന്നെ ഡാഡിയെ കണ്ട് വിവരം പറയണം. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഡാഡിക്ക് പിന്നെ ഇങ്ങനെയൊരു മോൾ കാണുകയില്ല. മെഡിക്കൽ സ്റ്റോറിൽ പോയാൽ മതി, വിഷമുള്ള മരുന്നുകൾ പലതും കിട്ടും. കസ്തൂരി പെട്ടെന്ന് അവളുടെ വായ പൊത്തി. നോ, അങ്ങനെയൊന്നും പറയരുത്. ആൻറ്റി ഇപ്പോൾ തന്നെ ഡാഡിയെ കണ്ട് വിവരം പറയാം എന്ന് മാത്രമല്ല സമ്മതിപ്പിക്കുകയും ചെയ്യാം. കസ്തൂരി അപ്പോൾ തന്നെ ഇൻഡോ അമേരിക്കൻ സൊല്യൂഷൻസിൻ്റെ ഓഫീസിലേക്ക് പോയി. ജയരാമൻ ഓഫീസിലുണ്ടായിരുന്നു. അവൾ അയാളുടെ മുറിയിലേക്കാണ് ചെന്നത്. മുരളി ഭാസ്കർ അപ്പോൾ മുറിയിലുണ്ടായിരുന്നു. എന്താ കസ്തൂരി? ജയരാമൻ ചോദിച്ചു. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ജയരാമൻ തലതിരിച്ച് മുരളി ഭാസ്കറെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കി അയാൾ പെട്ടെന്ന് എഴുന്നേറ്റു. ഞാൻ പിന്നെ വരാം സാർ. അയാൾ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ദീപ്തിമോൾ എന്നെ വീട്ടിലേക്ക് വിളിച്ചു സാർ. മോളെ കണ്ടിട്ടാണ് ഞാനിപ്പോൾ വരുന്നത്. ചോദ്യഭാവത്തിൽ അയാൾ അവളെ നോക്കി. രാജീവുമായുള്ള മോളുടെ മാരേജ് നടത്താതെ പറ്റില്ല. കാര്യങ്ങൾ അങ്ങനെയാണ്. കസ്തൂരി ശബ്ദം താഴ്ത്തി അയാളോട് അല്പനേരം സംസാരിച്ചു. ജയരാമൻ ഞെട്ടിപ്പോയി. സത്യമാണോ ഇത്? അതെ സാർ. അയാൾ തളർച്ചയോടെ കസേരയിലേക്ക് ഇരുന്നു. രാജീവ് തയ്യാറാണല്ലോ സാർ, പിന്നെന്ത് പ്രശ്നം? കസ്തൂരി ചോദിച്ചു. അതല്ല കസ്തൂരി, താര മാഡവുമായി ഒന്ന് കൺസൾട്ട് ചെയ്താലോ? വേണ്ട, തൽക്കാലം താര ഇതൊന്നും അറിയണ്ട. അയാൾ അപ്പോൾ തന്നെ രാജീവിനെ വിളിച്ചു. ഞാൻ മേജർ ജയരാമനാണ്. മനസ്സിലായി സാർ, രാജീവ് മെല്ലെ പറഞ്ഞു. രാജീവ് ഇപ്പോൾ എവിടെയാണ്? തിരുവനന്തപുരത്തുണ്ട്. എനിക്ക് രാജീവിനെ കാണണം. ഇന്ന് വന്നാൽ ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല സാർ, ഞാനിതാ പുറപ്പെടുകയാണ്. മേജർ ജയരാമൻ്റെ വരവും കത്ത് രാജീവ് മേനോൻ തയ്യാറായിരുന്നു.